ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മുടെ തലൈവർ രജനീകാന്തിൻ്റെ ഒരു ഡയലോഗ് വെച്ചിട്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. ദേഖന ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരവേ. അതെ, DC ഡയറക്റ്റഡ് ബൈ അരുൺ മാതേശ്വരൻ. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. DC ദേവദാസ് ചന്ദ്ര ഒരു പക്ക റൊമാൻസ് ആക്ഷൻ ത്രില്ലർ ജേണറിൽപ്പെട്ട പടമാണ്. നമുക്കറിയാം, അരുൺ മാതേശ്വരൻ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത പടമാണ് DC. ഈ സിനിമയിൽ എന്നെ കാണാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ കാത്തിരിക്കാൻ പ്രേരിപ്പിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ റാഗ ഓഫ് റിവെഞ്ച് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഒരു പോർഷൻ വന്നിട്ടുണ്ടായിരുന്നു. അനിയുടെ ഒരു സ്കോർ, അതായത് കണ്ടംപററി അനി സ്റ്റൈലിൽ നിന്ന് മാറി ഒരു ക്ലാസിക്കൽ ലൈൻ പിടിച്ച സാധനം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസ്, പോസ്റ്റ് കാര്യങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരം കേട്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയൊരു സാധനമാണ്. സോ അത് തന്നെയാണ് വെയിറ്റ് ചെയ്യിപ്പിച്ചത്. ആൻഡ് ഇതിൻ്റെ ട്രെയിലർ വന്നത് ഐ ആം ഗെയിം, ദുൽഖർ സൽമാൻ്റെ ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിനോടൊപ്പമായിരുന്നു. ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ കുറച്ച് നിരാശ സമ്മാനിച്ചെങ്കിലും DCയുടെ ട്രെയിലർ ഭയങ്കര ഇമ്പാക്റ്റാണ് സമ്മാനിച്ചത്, എസ്പെഷ്യലി ദ മ്യൂസിക്. ആൻഡ് ആദ്യം തന്നെ എടുത്തു പറയട്ടെ, ജയിലർ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുടെ ഡയറക്ഷനും അല്ലെങ്കിൽ ആ ഒരു മേക്കിങ്ങിനും അല്ലെങ്കിൽ അഭിനയങ്ങൾക്കും ഒക്കെ മേളിൽ നിന്നത് അനിയുടെ സ്കോറിംഗ് ആണ്. ആൻഡ് സെയിം തിങ് ഹാപ്പൻസ് ഹിയർ വെൻ ഇറ്റ് കംസ് ടു DC. ഈ സിനിമയെ പീക്കാക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് ഇറ്റ്സ് നൺ അതർ ദാൻ അനിരുദ്ധ്. നമ്മുടെ അനിയുടെ സ്കോറിംഗ് ആണ്. അനിയുടെ ഒറിജിനൽ സ്കോർ ഒരു രക്ഷയില്ല മാൻ. ഭീകരം എന്ന് പറഞ്ഞാൽ കൊടൂരം, ഒരു രക്ഷയില്ല. അതായത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ പക്ക പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ സ്റ്റോറിയൊക്കെ സ്ഥിരം ടിപ്പിക്കൽ കണ്ടുവരുന്ന ഒരു ത്രില്ലറുകളിലൊക്കെ കണ്ടുവരുന്ന സ്ഥിരം ക്ലീശ ടെംപ്ലേറ്റാണ്. പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് അരുൺ മാതേശ്വരൻ പൊളി. ഇതിൻ്റെ അകത്തെ പെർഫോമൻസുകൾ ആൻഡ് ലീഡ് ക്യാരക്ടറിലോട്ടായിട്ട് വരുന്ന നമ്മുടെ പ്രശസ്ത സംവിധായകൻ ലോകേഷ് കനകരാജാണ് ഇതിൽ ലീഡ് റോൾ വന്നിട്ടുള്ളത്. സൂപ്പർ പെർഫോമൻസ്. അതേപോലെ വാമിക ഗബ്ബി ആക്ട്രസ്, ഫീമെയിൽ റോൾ നല്ല ഒരു ഡെപ്തുള്ള ക്യാരക്ടറാണ്, സൂപ്പർ പെർഫോമൻസ്. പക്ഷേ ഇതിനെല്ലാം ഒരു പടി മേളിൽ അറിഞ്ഞു നിൽക്കുന്നത് അനിയാണ്, അനിരുദ്ധാണ്. അനിരുദ്ധിൻ്റെ ഒറിജിനൽ സ്കോർ എൻ്റെ പൊന്നെ എന്ത് പെടയാണ് മോനെ. സിനിമ തുടങ്ങി തീരുന്നവരെ ഒരേ പെട, ഒരു രക്ഷയില്ല, സൂപ്പർ. ആൻഡ് എസ്പെഷ്യലി ദാറ്റ് ഇൻ്റർവെൽ ബ്ലോക്ക് ക്ലൈമാക്സിലൊക്കെ എന്താ കാണിച്ചു വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രാഗ ഓഫ് റിവെഞ്ച്, അതായത് പദരിഗരിസ ആ സാധനം ഇല്ല. അയ്യോ, എനിക്കത് പാടാൻ അറിയത്തില്ല. പക്ഷേ എന്തെങ്കിലും ആ സാധനം വെച്ച് പ്ലേസ് ചെയ്തേക്കുന്ന സീനുകളുണ്ട്. സീരിയസ്ലി ഇത് മാത്രം മതി നമുക്ക് വെർത്ത് എക്സ്പീരിയൻസ്, അതായത് നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള വെർത്ത് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഈ സാധനം പിടച്ചു വെച്ചേക്കുന്ന 2 സീൻ, അതാ ക്ലൈമാക്സിലും ഒരു ഇൻ്റർവെല്ലിന് മുന്നായിട്ടൊക്കെ എൻ്റെ പൊന്നു മോനെ ലിറ്ററലി കത്തി എന്ന് പറഞ്ഞാൽ തിയേറ്ററും കത്തി നമ്മുടെ അതായത് പീക്ക് വയലൻസ് വിത്ത് ഇമോഷൻ. ഈ വയലൻസും ഇമോഷനും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ഈ സാധനം കൂടി വരുമ്പോൾ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. അതും ഐ എം വെരി ഹാപ്പി. ഇത് കാണാൻ വൈകിയതിൽ സന്തോഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ റിലീസായപ്പം വളരെ കുറച്ച് സ്ക്രീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വേർഡ് ഓഫ് മൗത്ത് എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ സിനിമ ഓഗസ്റ്റ് 7 ഇറങ്ങിയ സിനിമ ഓഗസ്റ്റ് 8 ഒരു ഇടത്തര ഓട്ടമാണെങ്കിൽ 9, 10 ഈ ദിവസങ്ങളിൽ കയറുന്ന ഒരു ഇത്, അത് കൊച്ചിയിലൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ക്രീനുകൾ, അതായത് നമ്മൾ ആദ്യമേ ഞാനിത് ഫസ്റ്റ് ഡേ തന്നെ പോകാനിരുന്നത്, പക്ഷേ ഞാൻ നോക്കുമ്പോൾ എല്ലാം പൊട്ട സ്ക്രീനുകളിലായിരുന്നു. അതായത് ഈ ഡോൾബി 7.1 ഉള്ള ലുലുവിലും ഫോർമാളിലും അങ്ങനത്തെ അടുത്തൊക്കെ തീ വിലയാണ് ടിക്കറ്റിന്, പക്ഷേ യാതൊരുവിധ സൗണ്ട് ക്വാളിറ്റി ഇല്ലാത്ത. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സാധനം, അതായത് ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒറിജിനൽ സ്കോർ അല്ലെങ്കിൽ ഓഡിയോഗ്രഫി എടുത്തു നിൽക്കുന്ന ഇത്തരം സിനിമകൾ കാണേണ്ടത് ഡോൾബി അറ്റ്മോസ് റെൻഡർ ചെയ്തിട്ടുള്ള തിയേറ്ററുകളിലാണ്. അതായത് നമ്മുടെ തലയ്ക്ക് മേളിൽ ഓവർ ഹെഡായിട്ട് സൗണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഡോൾബി അറ്റ്മോസ് സെറ്റപ്പുള്ള തിയേറ്ററുകളിൽ കാണണം. അങ്ങനത്തെ ഒരു തിയേറ്റർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. ആൻഡ് ഇന്നാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെനോയിസ് 4K ഡോൾബി അറ്റ്മോസിലായിരുന്നു. ടോപ്പ് പീക്ക് പക്ക കോരിത്തരിക്കുന്ന തിയേറ്റർ എക്സ്പീരിയൻസ്. കൊടുത്ത കാശിന് പക്ക വെറുത്തിട്ട് 200 രൂപ ടിക്കറ്റ് ആണെങ്കിൽ പക്ക വെറുത്തിട്ട് മോനെ. അതും സെൻട്രൽ സീറ്റിൽ. എനിക്കെന്തോ ഭാഗ്യമാണെന്ന് പറയാം, 2 ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ബുക്ക് ചെയ്തു, എന്നിട്ട് ഞാൻ അവനെ കൊണ്ട് പോയതായിരുന്നു. ആൻഡ് പീക്ക് എക്സ്പീരിയൻസ്, ആ വെരി മച്ച് സാറ്റിസ്ഫൈഡ്. ഞാൻ പറഞ്ഞില്ല, സ്റ്റോറി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ക്ലീഷായിട്ട് തോന്നും, പക്ഷേ എൻ്റെ പൊന്നെ ആ എടുത്തു വെച്ചേക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതും ഇതിൻ്റെ അത് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഈ പറഞ്ഞ ലോകേഷ് ആയിക്കോട്ടെ ഈ വാമികയായിട്ടുള്ള കെമിസ്ട്രിയൊക്കെ പക്കയാണ്. അത് ആ മ്യൂസിക്കും കൂടെ വരുമ്പോൾ ഒന്നും പറയാനില്ല മാൻ. എന്താണ്ട് രോമാഞ്ചമാണ്. ഞാൻ പറഞ്ഞില്ല, രാഗ ഓഫ് റിവെഞ്ച് എന്ന് പറയുന്ന സാധനം മാത്രം കേട്ടാൽ മതി, നമ്മൾ കൊടുത്ത കാശിന് വെറുത്താണ്. അമ്മാതിരി പടക്കൽ, ഒരു രക്ഷയില്ല. അതിൻ്റെ ഇതിനകത്ത് കൂടെ അഭിനയിച്ചിട്ടുള്ള ഇവരെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, മറ്റേ ലോകേഷിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും കിടിലം പെർഫോമൻസ്. പോലീസുകാരായിട്ട് വരുന്ന ഒരു കിടിലം പെർഫോമൻസ്. അതായത് എനിക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയത്തില്ല, പക്ഷേ എല്ലാവരും വന്നവരും പോയവരും ഒക്കെ സൂപ്പർ പെർഫോമൻസ്. അതേപോലെ ആദ്യം വന്ന് അഭിനയിക്കുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടറിൽ വരുന്ന പെൺകുട്ടിയൊക്കെ
ടോപ്പാണ്. പക്ഷേ ഇവർ രണ്ടുപേരുടെയും പേര് എടുത്തു പറയാതിരിക്കാൻ നിവർത്തിയില്ല. അവരാണ് ആ സിനിമ പുള്ള് ചെയ്യുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ സിനിമയെ വേറെ ഹൈ ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യുന്നത് അനിരുദ്ധ് മാത്രമാണ്. പിന്നെ ഈ പറഞ്ഞ അരുൺ മാത്തേശ്വരൻ്റെ ഒരു ടിപ്പിക്കൽ കൈൻഡ് ഓഫ് മേക്കിംഗ് സൂപ്പർ. അതായത് ഈ പറഞ്ഞ മ്യൂസിക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അവിടെ കിടിലൻ സീനുകൾ പ്ലേസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് പ്ലേസ് ചെയ്തേക്കുന്നതൊക്കെ ടോപ്പ്. അതാണ് ടുവേഴ്സ് ദി എൻഡ് ദ ക്ലൈമാക്സ് ഈസ് ഓൾസോ വെരി സാറ്റിസ്ഫൈയിങ്, വെരി എന്താ പറയുക, നമ്മളെ പക്ക സാറ്റിസ്ഫൈ ചെയ്ത് നമ്മളെ ഹാപ്പി ആക്കുന്ന ഹാപ്പി എൻഡിങ് ആണ് സിനിമയ്ക്ക്. ഇങ്ങനത്തെ ഇത്തരം ബ്ലഡ് ബാത്ത് ഒക്കെ ഉള്ള സിനിമകളിൽ പൊതുവേ കണ്ടുവരാത്തൊരു സാധനമാണിത്. പക്ഷേ ഇതിൽ ഹാപ്പി എൻഡിങ് ആണ്. സോ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഇത്തരം മേക്കിംഗ് അല്ലെങ്കിൽ ഇത്തരം ടൈപ്പ് ഓഫ് മൂവീസ് ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ്ലി നിങ്ങൾ തിയേറ്ററിൽ തന്നെ, കാരണം ഇത് തിയേറ്ററിൽ ഈ പറഞ്ഞ പോലത്തെ മ്യൂസിക്കും കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ഭയങ്കര മിസ്സിങ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ പറഞ്ഞ രാഗ ഓഫ് റിവെഞ്ച് എന്ന് പറയുന്ന അനിരുദ്ധിനെ പറ്റി പറഞ്ഞ ഈ വീഡിയോ ചിലപ്പം ഭയങ്കര ലെങ്തി ആകും. കാരണം പുള്ളി പ്രൂവണാണ്. പക്ഷേ പുള്ളി ക്ലാസിക്കലിലേക്ക് പിടിച്ചപ്പോൾ ഉണ്ടല്ലോ, അതായത് ഈ കണ്ടംപററി ക്ലാസിക്കൽ സാധനത്തിലേക്ക് ആ പദനികരിസ ആ സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനത്തിലേക്ക് പിടിച്ചപ്പോൾ ഉണ്ടല്ലോ, അയ്യോ ഒന്നും പറയാനില്ല മോനെ. വിഷയം നമുക്ക് അത് മതി തിയേറ്ററിൽ നമുക്ക് വെർത്താവാൻ, അത്ര തന്നെ പറയുള്ളൂ. പിന്നെ നമ്മുടെ വേടൻ്റെ സാധനം, ഉയ്യോ അത് പ്ലേസ് ചെയ്തേക്കുന്ന സ്ഥലം ഒരു രക്ഷയില്ല മോനെ. നമ്മുടെ സ്വന്തം വേടൻ്റെ വോയിസിൽ അത് വന്നപ്പോൾ ഉണ്ടല്ലോ, അയ്യോ പെടപ്പിയിൽ ഒന്നും പറയാനില്ല. സൂപ്പർ. എന്തായാലും തിയേറ്ററിൽ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക, എല്ലാവരും കാണുക. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ കൊടുത്ത പൈസയ്ക്ക് വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഒരുപക്ഷെ ചിലപ്പോൾ ഇനി ഒന്നും കൂടി പോകാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് ആ ഒരു മ്യൂസിക്കും ആ ഒരു ഇമോഷൻസ് ആ ഒരു ഇതിപ്പോഴും എൻ്റെ തലേന്ന് പോയിട്ടില്ല. ഞാൻ ആ പാട്ട് ഇപ്പോൾ വീണ്ടും ഹെഡ്സെറ്റിൽ ലൂപ്പിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ആ OST കാര്യങ്ങളൊക്കെ എല്ലാം വന്നിട്ടില്ല, പക്ഷേ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അമ്മാതിരി സാധനം തുടക്കം മുതൽ അവസാനം വരെ OST കിടിലനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജയിലർ 2 വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിലെന്താണ് അനി ചെയ്തു വെച്ചേക്കുന്നതെന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. എന്തായാലും നിങ്ങൾ നിരാശപ്പെടത്തില്ല. സൂപ്പർ.